ഈ കാർട്ടൂൺ സായാഹ്നത്തിന്റെ ഉദ്ഘാടകൻ ടോം സാറ്, എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ രാജു നായർ, ആർട്ടിസ്റ്റ് അശോകൻ, മറ്റ് സുഹൃത്തുക്കളെ, ഇവിടെ ഒരു സമ്പന്നമായ സദസ്സാണ്. ആ സദസ്സിനും ഇങ്ങനെ ഒരു സദസ്സിന് സാക്ഷ്യം വഹിക്കുവാനും ആ സദസ്സിന്റെ മുമ്പിൽ ഈ പരിപാടി അവതരിപ്പിക്കുവാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചതിലും സന്തോഷമുണ്ട്. കാരണം പണ്ട് ഈ സദസ് എന്ന് പറയുന്നത് ശുഷ്കമാണ് എന്നുള്ളതിനെ വിമർശിക്കുകയല്ല. പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വലിയ സദസ്സിനെ പ്രതീക്ഷിച്ച് ഒരു നേതാവ് ഒരു വേദിയിലെത്തുന്നു. പക്ഷേ ആ വേദിയിൽ നിന്ന് നോക്കുമ്പോൾ സദസ്സ് വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സ്ഥായിയായ ഭാവം, നേതാക്കളുടെ സ്ഥായിയായ ഭാവം നമുക്കറിയാം. അവർക്ക് ആളെണ്ണമൊന്നും വലിയ പ്രശ്നമല്ല. ഈ പറഞ്ഞ കഥാപാത്രവും അദ്ദേഹത്തിന്റെ ആ തനി രീതിയിൽ പ്രസംഗം ആരംഭിച്ചു. പ്രസംഗം അങ്ങനെ പുരോഗമിക്കുക ഈ കൈവിരലിലെണ്ണാവുന്ന ആൾക്കാരിൽ ഒരാളൊഴികെ എല്ലാവരും അവിടെ നിന്ന് നിഷ്ക്രമിച്ചു. അപ്പൊ മുമ്പിലിരിക്കുന്ന ഇടയ്ക്ക് ഈ നേതാവിനൊരു പ്രത്യേകതയുണ്ട്. സംസാരത്തിന്റെ ഭൂരിഭാഗവും കണ്ണടച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇടയ്ക്ക് കണ്ണ് തുറക്കുമ്പോൾ ഈ മനുഷ്യനെ മാത്രം കാണും. അപ്പൊ അങ്ങനെ പല പ്രാവശ്യം കണ്ണ് തുറക്കുമ്പോഴും ഇദ്ദേഹത്തെ കണ്ട ഉടനെ അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. അദ്ദേഹം അപ്പോ വിവേകാനന്ദന്റെ പഴയ ഒരു സൂക്തം അവിടെ പരാമർശിച്ചു. ഞാൻ ഈ വേദിയിലെത്തിയത് വലിയ ഒരു പാരാവാരം ജനസമുദ്രത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ആളില്ലാതെ പോയി. പക്ഷെ എനിക്ക് സങ്കടമില്ല. കാരണം എന്റെ മുമ്പിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കുറെ നേരമായി ഇവിടെ ഇരിപ്പുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് വലിയൊരു സമൂഹത്തോടല്ല പറയേണ്ടത്, നിങ്ങളെ കേൾക്കാൻ ഒരാളെങ്കിലും മതി, അതൊരു തീപ്പൊരിയായി ഈ ലോകം മുഴുവൻ ആളിപ്പടരും എന്ന്. ഇത് കേൾക്കുകയും മുന്നേ ഇരുന്ന മനുഷ്യൻ ചാടി വന്ന് മൈക്കെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, താൻ ഇനിയും ഇത് നിർത്താനല്ല ഭാവമെങ്കിൽ എനിക്ക് ഒരു വല്ല ക്രൂരകൃത്യം ചെയ്യേണ്ടി വരും. ഇത് എന്റെ മൈക്കാണ്, ഈ പരിപാടി നിർത്തിയിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഈ പറഞ്ഞതുപോലെ വലിയ ജനസമുദ്രത്തെ പ്രതീക്ഷിച്ച് അല്ല എങ്കിലും ഇതുപോലെ വന്ന് മൈക്കെ കയറി പിടിക്കാൻ അല്ലാത്ത വിധത്തിൽ ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് സന്തോഷമുണ്ട്. ഈ കാർട്ടൂണിന്റെ ആശയ രൂപീകരണത്തെക്കുറിച്ചുമൊക്കെ അതിന് കിട്ടുന്ന ഇന്ധനത്തെക്കുറിച്ചൊക്കെ ടോം സാർ ഇവിടെ പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്നത് ടോം സാറിനെ പോലെ രാജു നായരെ പോലെയൊക്കെ ഒരു മുഴുവൻ സമയ കാർട്ടൂണിസ്റ്റ് അല്ലാത്തതുകൊണ്ട് എന്റെ ഫീൽഡ്, എന്റെ ജോലിക്ക് ശേഷം, അത് പലപ്പോഴും ടോം സാറൊക്കെ വിമർശന ബുദ്ധിയെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ അഷ്ടിക്ക് മുട്ടുന്നതുകൊണ്ട് ഈ പൂർണ്ണമായി 24 മണിക്കൂർ ഇതിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഇടവിളയായിട്ടാണ് കാർട്ടൂണിനെ പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ബാങ്കിലാണ്, ഒരു സഹകരണ ബാങ്കിലാണ്. അപ്പൊ അവിടെ എനിക്ക് കിട്ടിയ ഒരാശയം, ഒരിക്കൽ ഞാൻ അതിനെ ഒന്ന് വിപുലീകരിച്ച ഒരാശയം, അതായത് ഇത് പറയാൻ കാരണം, നമ്മൾ ഏത് മേഖലയിൽ നിൽക്കട്ടെ, ഇപ്പോ ഇവർക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു സാമ്രാജ്യമുണ്ട്. ഇപ്പൊ പറഞ്ഞ അശോകൻ ഇവിടെ പറയുകയുണ്ടായി, രാജു നായരെ കാണാൻ ചെല്ലുമ്പോൾ രാജു നായരെ ഓഫീസിൽ കാണില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉഴപ്പുന്നത് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരിക്കുന്ന ആയിരക്കണക്കിന് കാർഡുകളുടെ ഇടയിൽ നിന്ന് അദ്ദേഹത്തെ വഴിമാറ്റി വകഞ്ഞ് മാറ്റിയെടുക്കണം. അദ്ദേഹം അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. ഇതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ, ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങൾ കാണാനും കേൾക്കാനും വായിക്കാനും അറിയുവാനും ആശയങ്ങൾ വിപുലപ്പെടുത്തുവാനും ഒക്കെ ഇവർക്കൊരു ഭാഗ്യമുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്, ഫ്രീലാൻസ് കാർട്ടൂണിസ്റ്റുകൾ എന്ന് പറയുന്നവർക്ക് ഈ ഒരു ഭാഗ്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് മറ്റ് മേഖലകൾ തേടിപ്പോയേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാം നിത്യേന ഇടപെടുന്ന മേഖലകളിൽ നിന്നൊക്കെ ഈ ആശയങ്ങളെ ഇതുപോലെ പറഞ്ഞ പോലെ തോണ്ടിയെടുക്കേണ്ടി വരും. അത്തരത്തിലൊരു ആശയം കിട്ടി, എന്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ ഒരാശയമാണ്. ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് മാനേജർ ലോണിന് റെക്കമെൻഡേഷൻ എഴുതും, റിപ്പോർട്ട് എഴുതും. ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത്, അവർ എഴുതിയിരുന്ന ഒരു വാചകമുണ്ട്. അപ്പൊ ഒരു വീടിന് ഒരു സ്ഥലം കാണാൻ ചെല്ലുമ്പോൾ അത് സൈറ്റ് ഇൻസ്പെക്ഷൻ എന്നാണ് പറയുന്നത്. വാല്യുവേഷൻ റിപ്പോർട്ട് എഴുതുമ്പോൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നോക്കിയിട്ടാണ് റിപ്പോർട്ട് എഴുതുന്നത്. അപ്പൊ പാറയ്ക്കൽ ചാക്കോച്ചന്റെ വീടിന് തൊട്ടടുത്താണ് ഈ പറയുന്ന ഈടുവസ്തു എന്ന് അത് എഴുതിയിരുന്നു. അപ്പൊ ഇതിന് റെക്കമെൻഡ് ചെയ്യേണ്ട എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നു മാനേജറെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ,
ഏതെങ്കിലും ഒരു പൊതുസ്ഥാപനം വേണം നാം കാണിക്കാൻ. നാളെ പാറക്കൽ ചാക്കോച്ചന് ഈ സ്ഥലം വിറ്റിട്ട് പോയി കഴിഞ്ഞാലും ഈ വസ്തു ഈടാക്കിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഈ പറയുന്ന ഈ ലോൺ അടയ്ക്കാതെ വീഴ്ച ഡ്യൂസ് വരുത്തി കഴിഞ്ഞാൽ അത് ഈടാക്കിയെടുക്കാൻ ചെല്ലുമ്പോൾ പാറക്കൽ ചാക്കോച്ചന്റെ വീട് ഏതാണെന്ന് വെച്ചാൽ പാറക്കൽ ചാക്കോച്ചൻ അവിടെ കാണുകയില്ല. അപ്പോൾ നമുക്കൊരു പൊതുസ്ഥാപനം, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം, ഈ തരത്തിലുള്ള പൊതു സ്ഥാപനം വേണം. ഇത് കേട്ട ഉടനെ ഈ മാനേജർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം സാറേ, പാറക്കൽ ചാക്കോച്ചന്റെ ഭാര്യയുടെ പേരെഴുതാം പോരെ. അപ്പൊ ഒരു പൊതുസ്ഥാപനം എന്നുള്ളത് എന്താണെന്ന് അവര് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ഈ തരത്തിലൊക്കെയുള്ള നർമ്മങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് തോണ്ടിയെടുത്ത് അതിന് വേണ്ട ചേരുവകൾ ചേർത്ത് നമ്മുടെ ഒരു മസാലക്കൂട്ട് ഇതിന് ചേർത്താലേ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ മാനേജർ ഇതുപോലെ ആയിരിക്കില്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതിനെ ഒരു ഐറണിക്കലായിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് അത് ഹൃദ്യമായി അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതിന് വാചകങ്ങളിലൂടെ, വരികളിലൂടെ കൂടുതൽ പോകാതെ വരകളിലൂടെ കൂടുതൽ പോകാം എന്ന് കരുതുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഇവിടെ വരയ്ക്കാൻ ഒരു താല്പര്യം തോന്നുന്നത്, ഈ അടുത്ത കാലത്ത് നമുക്കറിയാം മലയാള പത്രമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് എം മുകുന്ദനായിരുന്നു. ഇതുപോലുള്ള ഒരു പുസ്തകമേള നഗറിൽ എം മുകുന്ദന്റെ കാർട്ടൂൺ ഒരു കാർട്ടൂണുമായി ബന്ധപ്പെട്ട ഒരു സംഗതിക്ക് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. എം മുകുന്ദൻ പറഞ്ഞ പച്ചക്കുതിര മാസികയിലൂടെ എം മുകുന്ദൻ VS-നെ കാലഹരണപ്പെട്ട പുണ്യാളനെന്നും പിണറായി വിജയനെ കാലഘട്ടത്തിന്റെ നേതാവെന്നും അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ഒരു വലിയ വിവാദത്തിലേക്ക് വഴിമാറി എന്ന് പറയുന്നത് ഒരു കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ഞാൻ കാലഹരണപ്പെട്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് മറ്റു തരത്തിൽ ഞാൻ അവതരിപ്പിച്ച ഒരു സംഗതിയുണ്ട്. അത് ഇവിടെ വരച്ചുകൊണ്ട് വരയിലേക്ക് ഒന്ന് നീങ്ങാം എന്ന് കരുതുന്നു. ഇത് കാലഹരണപ്പെട്ട പുണ്യാളൻ എന്ന ആദ്യ ബോർഡിലും രണ്ടാമത്തെ ബോർഡിലും കാലഹരണപ്പെട്ട പുണ്യാളൻ എന്നാണ്. പക്ഷെ മുകുന്ദന്റെ ഒരു രീതിയുണ്ട്, ഒരേ നോവലിന് തന്നെ പല ഉറകൾ, പല കവറുകൾ അദ്ദേഹത്തിന്റെ ചില നോവലുകളുടെ പ്രത്യേകതയാണ്. സർക്കുലേഷന്റെ അതായത് കോപ്പി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലും അദ്ദേഹം പല കാലഹരണപ്പെട്ട എന്നുള്ളതിന്റെ ലഹര അത് വെട്ടിക്കളഞ്ഞു. അപ്പോഴത്തേക്കും VS കാണപ്പെട്ട പുണ്യാളനായി.